സാഹചര്യങ്ങൾ മാറുകയാണ്, രാഷ്ട്രീയ പശ്ചാത്തലം മാറുകയാണ്, കാലം മാറുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി അടക്കം തീരുമാനിക്കുന്നതിലുണ്ടാകുന്ന താമസം ചോദ്യം ചെയ്യപ്പെടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആർ കിരൺ ബാബു, തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ എന്നിവർ ആണ് ചേരുന്നത്. ആദ്യം കിരൺ, ഇതാ ദിവസങ്ങളായി മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. കേരളത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ അറിഞ്ഞ് നിരീക്ഷകർ ഡൽഹിയിലെത്തിയിട്ടും ദിവസങ്ങളാകുന്നു. 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണമെന്ന് നമുക്കറിയാം. പക്ഷെ ഓരോ ദിവസവും വോട്ടർമാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം, പ്രഖ്യാപനം ഇന്നോ നാളെയോ പ്രതീക്ഷിക്കാമോ കിരൺ? പ്രതീക്ഷിക്കാൻ നമുക്ക്, പക്ഷേ അക്കാര്യത്തിൽ ഉറപ്പ് പറയാൻ നമുക്കാവില്ല. കാരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസിന്റെ അധ്യക്ഷൻ, മടങ്ങി ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ചർച്ചകളൊക്കെ നടത്തിയ ശേഷമാവും തീരുമാനമെടുക്കുക. ഇന്ന് വൈകുന്നേരമോ നാളെയോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് അത്തരമൊരു ഉറപ്പും ഒരു നേതാക്കൾക്കും ലഭിച്ചിട്ടില്ല. നമ്മളും ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഒരു സൂചനയോ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഈ നേതാക്കളുമായിട്ടുമൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. അവർക്കും ആ തരത്തിലേക്ക് ഇന്ന സമയത്ത് ഇത് ഉണ്ടാവും എന്നൊരു ഉറപ്പില്ല. ഇവരെ സംബന്ധിച്ച് ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിൽ അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. അല്ലാതെ അവർ തീരുമാനമെടുത്തെന്ന് 2 ദിവസം കഴിഞ്ഞ് പറയാം എന്ന് കരുതിയിരിക്കുകയല്ല. അവർക്ക് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതിന് അവരുടെ മുന്നിൽ ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. സോണിയാഗാന്ധിയുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. സോണിയാഗാന്ധി സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ സോണിയാഗാന്ധിയുടേതായ ഒരു രീതിയുണ്ട്. അവർ അവരുടെ പെട്ടെന്നൊരു ഉത്തരം പറയുകയല്ല. അവർ ആ വിഷയങ്ങളൊക്കെ പഠിച്ച് സോണിയാഗാന്ധിയുമായി വിശ്വാസമുള്ള നേതാക്കളുമായിട്ടൊക്കെ അഭിപ്രായം തേടി അവരുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും സോണിയാഗാന്ധി എ കെ ആന്റണിയുടെ അഭിപ്രായം തേടാൻ സാധ്യതയുണ്ട്. എ കെ ആന്റണിയുടെ ഭാഗത്തു നിന്ന് എന്താണ് കേരളത്തിന് ഗുണകരമാകുന്നത് എന്നൊരു അഭിപ്രായം തേടാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമൊക്കെ ഇതിൽ തീരുമാനത്തിൽ നിർണായകമാകാൻ സാധ്യതയുള്ളതെന്നാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ കെ സി വേണുഗോപാലുമായോ വി ഡി സതീശനുമായോ രമേശ് ചെന്നിത്തലമായോ ഒരു ചർച്ച ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനമെടുക്കുന്നതിന് തൊട്ട് മുമ്പ് അവരെ വിളിച്ച് അറിയിക്കാൻ സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ല. 3 പേരും കൃത്യമായി ഉറപ്പ് നൽകിയതാണ്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് ഞങ്ങൾ പൂർണ്ണമായും അനുസരിക്കുമെന്നും അതിനോടൊപ്പം നിൽക്കുമെന്നും അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ എതിരായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യില്ല എന്നത് അവർ 3 പേരും ഉറപ്പ് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് അവരെ വിളിച്ചറിയിക്കുമ്പോൾ എന്നതിലും കാര്യമായ ഒരു ഉറപ്പുമില്ല. മറ്റൊന്ന്, ഘടകകക്ഷികളെ വിളിച്ച് ചർച്ച ചെയ്യുന്നൊക്കെ പറ്റില്ല. അങ്ങനെ ഒരു ഘടകകക്ഷിയിൽ വിളിച്ചിട്ട് ചർച്ചയൊന്നുമില്ല. ഘടകകക്ഷികളുടെ അഭിപ്രായം തേടി എന്നതിനപ്പുറത്തേക്ക് ഘടകകക്ഷികളുമായി ഇനി കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കാൻ ഘടകകക്ഷികളുടെ അഭിപ്രായം മാനിച്ച് മാറ്റിയെടുക്കുക, അങ്ങനെ ഒരു രീതി കോൺഗ്രസിന് എന്തായാലും ഇല്ല. ഇനി